ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 79/2025 ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ അകത്ത് സയൻസ് പാർട്ടിൽ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. സോ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഓക്കെ, ഒന്നാമത്തെ ചോദ്യം 42ാമത്തെ ചോദ്യമാണ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശവർണ്ണം ഏത്? സോ നമ്മൾ എന്താ പറയുക, വിസിബിൾ ലൈറ്റിലെ കളേഴ്സ് എടുത്താൽ സ്റ്റാർട്ടിങ് ഫ്രം വിബ്ജിയോർ ഇതിനകത്ത് ഏറ്റവും അധികം വേവ് ലെന്ത്, ഹയസ്റ്റ് വേവ് ലെന്ത് അല്ലെങ്കിൽ ഹയസ്റ്റ് വേവ് ലെന്ത് ഉള്ള തരംഗ ദൈർഘ്യമുള്ളത് എന്തിനാണ്? റെഡിനാണ്. റെഡ് കളറിലാണ് ഹയസ്റ്റ് വേവ് ലെന്ത് ഉള്ളത്. ഹയസ്റ്റ് ഫ്രീക്വൻസി അഥവാ ഹയസ്റ്റ് ആവൃത്തി ഉള്ളതെന്ന് പറയുന്നത് വിബ്ജിയോറിനാണ്. നമ്മൾ വിസരണത്തിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെന്ത് കൂടുമ്പോൾ അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം കൂടുമ്പോൾ, വേവ് ലെന്ത് അഥവാ തരംഗ ദൈർഘ്യം കൂടുമ്പോൾ വിസരണം കുറയുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സൺറൈസിന്റെ സൺസെറ്റിന്റെ സമയം എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സൺറൈസിന്റെ സമയം അല്ലെങ്കിൽ സൺസെറ്റിന്റെ സമയം എടുക്കുമ്പോൾ ലൈറ്റ് കൂടുതൽ ദൂരം സഞ്ചരിക്കണം. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുന്ന റെഡ് കളറിൽ നമ്മൾ സൂര്യനെ കാണുന്നത്. ബട്ട് നമ്മളിപ്പം അല്ലാത്തൊരു സമയം, ഫോർ എക്സാമ്പിൾ കുറച്ചു ദൂരം സംഭവിക്കേണ്ട സമയത്താണ് എങ്കിൽ അന്നേരം ഇപ്പം എന്ത് സംഭവിക്കുന്നു? ഈ പറയപ്പെടുന്ന ലോവർ വേവ് ലെന്ത് ആയിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിനെല്ലാം വിസരണം സംഭവിച്ചിട്ടാണ് സ്കൈ എന്ന് പറയുന്നത് കളറിൽ കാണപ്പെടുന്നത് ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സൂര്യപ്രകാശം അതിന് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന വയലറ്റ് കളറിനാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ തിരശ്ചീന ദിശ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ദിസ് ഈസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആൻഡ് ദിസ് വൺ ഈസ് കോൾഡ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരാണ്? സോ ബേസിക്കലി നമ്മൾ ഫ്ലോർ കൺസിഡർ ചെയ്താൽ ഫ്ലോറിലുള്ള ഏത് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ടു ദ മോഷൻ ഉള്ളത് ഏതാണ് എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലമാണ്. സോ തിരശ്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ പ്രവൃത്തി ഏത് ബലത്തിനെതിരാണ്? എതിരായിട്ട് ചെയ്യുന്നത് ഘർഷണ ബലത്തിനെതിരാണ്. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. പക്ഷെ ഇതിന് നേരെ മറിച്ച് ഒരു വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതെന്ത് സംഭവിച്ചാൽ ഗുരുത്വ ബലം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ ഗുരുത്വ ബലത്തിനെതിരായാണ്. ഓക്കെ. ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം. ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് സോളിഡ്, ഗ്രേറ്റർ ദാൻ ലിക്വിഡ്, ഗ്രേറ്റർ ദാൻ ഗ്യാസ് ആണ്. സോ ഏറ്റവും അധികം വേഗതയിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഖരമേഖലയിലാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് സയൻസുമായി ബന്ധം. ഓക്കെ, ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം എന്താവും? നമ്മൾ വാട്ടർ കൺസിഡർ ചെയ്താൽ വാട്ടറിന്റെ pH എന്ന് പറയുന്നത് ഒരു 6.8നും 7.2നും ഒക്കെ ഇടയിലാണ്. വിനാഗിരി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഡൈല്യൂട്ട് അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ ഒരു ആസിഡാണ്. നമുക്കറിയാം ആസിഡിന്റെ pH എന്ന് പറയുന്നത് 0 മുതൽ 7 വരെയും ആൽക്കലിയുടെ pH എന്ന് പറയുന്നത് 7 മുതൽ 14 വരെയുമാണ്. സോ നമ്മൾ ഈ ന്യൂട്രൽ ആയിരിക്കുന്ന വാട്ടറിലേക്ക് ആസിഡ് ഒഴിക്കുമ്പോൾ അത് അസിഡിക് pHയിലേക്ക് മാറും. അതായത് വെള്ളത്തിന്റെ pH അല്പം കുറഞ്ഞ് ഒരു അസിഡിക് നേച്ചറിലേക്ക് മാറുന്നു. സോ pH എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന്. നേരെ മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ആൽക്കലി ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു ആഡ് ചെയ്തിരുന്നെങ്കിൽ pH എന്ത് സംഭവിച്ചാൽ pH വർദ്ധിച്ചാൽ. അറ്റോമിക് സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? 20 വരുന്ന മൂലകം വരുമ്പോൾ ഏറ്റവും എളുപ്പം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഇപ്പൊ എന്ത് വരും? 1s2, 2s2, 2p6 10 ഇലക്ട്രോണായി, 3s2, 3p6, 4s2. സോ അവസാനത്തെ ഇലക്ട്രോൺ 2 2 4 6 4 10 10 10 20. അവസാനത്തെ 2 ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്ന 4s സബ്ഷെല്ലിലാണ്. സോ ഇതെന്ന് പറയുന്നത് എസ് ബ്ലോക്ക് ആയിട്ടാണ് വരിക. 4s സബ്ഷെല്ലിൽ എസ് ബ്ലോക്ക്. അല്ലെങ്കിൽ വേറെ രീതിയിൽ അറിയാം, നമുക്കറിയാം പീരീഡ് റിപ്പീറ്റ് ആവുന്നത് എങ്ങനെയാണ്? 2 8 8 ആ ഓർഡറിലാണ്. അപ്പൊ 2 8 2 10 10 8 18. പിന്നെ അടുത്ത് വരുന്ന 2 ഇലക്ട്രോൺ എവിടെയേ പോകുള്ളൂ? അടുത്ത പീരീഡിലേ വരുള്ളൂ. അപ്പൊ അടുത്ത പീരീഡിൽ ആദ്യത്തെ 2 ഇലക്ട്രോൺ 2 ബ്ലോക്ക് ഏതൊക്കെയാ? എസ് തന്നെയാണ്. അപ്പൊ എന്ത് വരും? എസ് ബ്ലോക്ക് ആയിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുക. അമോണിയ NH3 തന്മാത്ര ഭാരം 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STPയിൽ എത്ര വ്യാപ്തം എടുക്കും? സോ ബേസിക്കലി നമ്മൾ അമോണിയ ഏത് സ്പീഷ്യസ് നോക്കിയാലും അത് STPയിൽ അതിന്റെ 1 മോൾ അല്ലെങ്കിൽ അതിന്റെ മോളാർ മാസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും.
സോ അമോണിയയുടെ മോളിക്കുലർ മാസ് അഥവാ തന്മാത്ര ഭാരം 17 ഗ്രാം ആണെങ്കിൽ 17 ഗ്രാമിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇവിടെ 34 ഗ്രാം അമോണിയ ഉണ്ട്. 17 ഇൻറ്റു 2 ആണ് 34. അപ്പൊ വോളിയം എന്ത് സംഭവിക്കും? വോളിയം 2 ടൈംസ് ആവും. ഇത് വരും 44.8 ലിറ്റേഴ്സ് ആവും. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും കൂടി ചേരുന്ന മിക്സറാണ് അക്വാ റീജിയ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണത്തെ ലയിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലിക്വിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇവിടെ സ്വർണ്ണത്തെ പ്യൂരിഫൈ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബെക്കറിന് ലഭിച്ചത് എന്തിനാണ്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിന്, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈന്, ക്ലിക് കെമിസ്ട്രിയുടെ വികസനത്തിന്, മൈക്രോ RNA കണ്ടുപിടുത്തം. 2024 നോബൽ സമ്മാനം ലഭിക്കുന്നത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് 2023 ക്ലിക് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് ലഭിക്കുന്നത് 2022 അസിമെട്രിക് ഓർഗാനിക് കറ്റാലിസിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് 2021 സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ. ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച സയൻസ് പാർട്ടിൽ നിന്നുള്ള, ഫിസിക്സ് കെമിസ്ട്രി പാർട്ടിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.